നിങ്ങളെ സുകന്യക്ക് വർത്താനം പറയാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നതാ. ചോറിനായിരിക്കും പണിയുള്ള സുകന്യ ഊണയ്ക്കാനിരിക്കുമ്പോൾ ഇരിക്കുന്നതൊക്കെ സുകന്യക്ക് വേണ്ടിയിട്ടാണ് പറയുക. എന്താണ് എന്താ നീ തരയണത്? എന്നെ അടുക്കളയിലാവും തരയണ്. എവിടെ? കട്ടിലിനടിയിലാ തരയേണ്ടത്, അലമാരയിലല്ല. അല്ല അടുക്കളയിലെ കട്ടിലിനടി തര നോക്കി നോക്ക്. അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, കഴിഞ്ഞിട്ടൊന്നും. അവിലും മലരും അവിലും മലരും മാറിപ്പോയത് സുകന്യ. ശരിക്കില്ലേ ഉണ്ണിയപ്പം അവിലും മലരും അതേപോലെ അരി വറുത്തതും കൂട്ടിയിട്ട് കഴിക്കാം. പഴം വേണം, ചെറിയ ചെറുപഴല്ലേ നല്ല. നിങ്ങൾ കഴിച്ചില്ലല്ലോ ഇതൊക്കെ പാടെ കൂട്ടിയിട്ടാ കഴിക്കുക. എന്നിട്ടതില്ലേ ഇതിങ്ങനെ കഴിക്കുമ്പോ കടുമൂട് പറഞ്ഞിട്ട് ഞാനങ്ങനെ എന്റെ വീട്ടില് വെച്ചു കൊടുത്തു കഴിഞ്ഞു വെച്ചാ ആദ്യം അതിലത്തെ പ്രസാദല്ലേ എല്ലാ പാത്രത്തിലും കുറച്ച് വീശ കഴിച്ചിട്ട് അതിൽ കൂടെ നാടൻ കോഴിയുടെ ചാറൊഴിക്കും. എന്നിട്ട് അത് കൂട്ടി കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ ദോശ കഴിക്കുക. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതറിയോ? അല്ലെങ്കിൽ നാടൻ കോഴി കിട്ടല്ലേ? അല്ല അല്ലെങ്കിലും ഇല്ലേ അറിയാത്തവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്ക് കേട്ടോ. എണ്ണയിലപ്പം കോഴിക്കറിയും സൂപ്പർ ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. നിന്റെ മൂടല്ലേ കാണിക്കേണ്ടത്. ആളൊക്കെ ഒന്നും അറിയില്ല. അപ്പൊ ഇവിടെ തന്നെ ടേസ്റ്റ് അല്ലേ? അമ്മ നോക്ക് എവിടെ അമ്മു വീഡിയോ എടുക്കാൻ. ഇന്ന് നമ്മുടെ അമ്മൂട്ടിയുടെ പി.ടി. മീറ്റിംഗ് അല്ല കേട്ടോ, ക്ലാസ് മീറ്റിംഗ് ആയിരുന്നേ. അതിന് പോയപ്പോല്ലേ ആ ടീച്ചർമാര് നമ്മുടെ മക്കളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒരു ടീച്ചർ പറയണേ, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. ഒരാളോട് എങ്ങനെയാണ് മക്കൾ സംസാരിക്കുന്നത്, ആളെങ്ങോട്ട് എങ്ങനെയാണ് പെരുമാറുന്നത്, അത് നമ്മൾ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണെന്ന്. ഒരു കുട്ടീനെ തല്ലിയിത്രേട്ടമ്മ ടീച്ചർ. അപ്പൊ ചോദിക്കുക, എന്തിനാ എന്നെ തല്ലിയത്, എന്തിനാ എന്നെ തല്ലിയത് ചോദിച്ചിട്ട് ആ കുട്ടി ചോദ്യം ചോദിക്കുക അത്ര ടീച്ചറിന്റെ അടുത്ത്. എന്നിട്ട് ആ ടീച്ചർ പറയുക, കുട്ടികൾക്ക് നമ്മളെ തല്ലണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ടീച്ചർ കുട്ടിയോള്. അപ്പൊ ടീച്ചർ പറയാണ് കാരണം എത്രയൊക്കെ വിവരം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആൾക്കാർ സ്വഭാവം നന്നായില്ല, അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ എന്താ പറയാ, എന്തുണ്ടായിട്ട് എന്താ കാര്യം, അതിന്റെ സ്വഭാവം ഇങ്ങനെയല്ലേ എന്നല്ലേ പറയാ. അപ്പൊ മക്കളെ വീട്ടിൽ നിന്ന് അച്ചടക്കം എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കുക എന്നുള്ളത് വീട്ടിൽ നിന്ന് പഠിക്കണം. അത് പഠിപ്പിച്ച് അതാത്ര നമുക്ക് വേണ്ടത്. ഇപ്പൊ നമ്മള് ഒരാളോട് പെരുമാറുമ്പല്ലേ ചാടി, അത് എന്റെ അടുത്ത് പറയണ്ട. മിഞ്ഞാന്ന് മോരുകൂട്ടാൻ വെച്ച മറ്റേ ചട്ടിയിലല്ലേ ചോറ് വെക്കുക, അവളെന്നെ അരി അത് കുഴപ്പമില്ല, ബിരിയാണി ചോറുമായി തോന്നുമല്ലോ. ആ ചോറ് മൊത്തം ഏട്ടന് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് വേണ്ട ഒരു ചന്തല്ലേ ഇറങ്ങല്ലേ. അപ്പൊ അമ്മൂട്ടിയൊക്കെ അതൊന്നും തെറ്റല്ല. പിന്നെന്താ, അമ്മൂട്ടിക്ക് ഡബിൾ പാസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് പോരാ, എല്ലാവരോടും കുട്ടികൾ അവരുടെ ക്ലാസ്സിൽ അധികം കുട്ടികളും ജയിച്ചേക്കണു. അപ്പോൾ പറഞ്ഞു അത് പോരാ, കുട്ടികൾ നന്നായി പഠിക്കണം, പഠിച്ച് ഇന്നത്തെ കാലത്ത് നല്ല ജോലി സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട് കുട്ടികൾക്ക്. IT ഫീൽഡായിട്ടും ഒക്കെ പണ്ട് അവർ പഠിക്കുന്ന സമയത്ത് ഒക്കെ ഇതും പറഞ്ഞു. എന്ത് പറഞ്ഞറിയോ, കുട്ടികൾ വീട്ടിൽ കളിച്ച് അച്ഛനമ്മമാരൊക്കെ കുട്ടികൾ ഇങ്ങനെ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ അലമാരയിൽ ഇങ്ങനെ അടുക്കി പൈസകളുള്ള കുട്ടികളില്ലേ, അവർ പഠിക്കണ്ട. കാരണം അവർക്കൊരു സീറ്റിന് ലക്ഷങ്ങൾ മുടക്കിയിട്ടും അച്ഛനമ്മമാർ വാങ്ങിക്കൊടുക്കത്രേ. ഇതില്ലാത്ത മക്കളില്ലേ, ഇല്ലാത്ത മക്കള് ആ മക്കള് ഇരുന്ന് പഠിക്കണം എന്ന്. കാരണം അങ്ങനെ ചില മക്കൾക്ക് ഉണ്ടാവും,
എന്ത് ചെയ്താലും ഞങ്ങളുടെ അച്ഛൻ കടം കള്ളി വാങ്ങിയിട്ട് അത് ചെയ്തു തരും എന്നുള്ളത് ആ ഉണ്ടാവില്ലേ? മക്കളില്ല, എല്ലാ മക്കളും പഠിക്കണം, പഠിച്ച് അധ്വാനിച്ച് അങ്ങനെയല്ല, ഉണ്ടാക്കിയതിനാണ് ചില വില കുട്ടികൾ ഉണ്ടാവുക. അങ്ങനെ എത്ര ഒരു ഇതുണ്ടാവില്ല. അതിപ്പോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, എല്ലാവരും ഇപ്പോ ഒരേപോലെ പഠിക്കും. ചില ചില അച്ഛന അങ്ങനെ കുട്ടികൾ ഇത് പറയുമ്പോൾ ഇപ്പോഴത്തെ അച്ഛനമ്മമാരെ മാറി എന്ന് പറയുകയാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ട് എന്താ പറയുക, ടീച്ചറെ എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത്, ടീച്ചറെ തെറ്റ് കണ്ട കൊടുത്തോട്ടാട്ടി നല്ല തല്ലിക്കോ പറയും. ഇന്നൊക്കെ ഗോപി മാഷ് കയ്യും കൂടി, ഞങ്ങളുടെ കണക്ക് മാഷാണ്, എത്ര അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ. പക്ഷെ ഇന്നൊക്കെ അങ്ങനെ തല്ലിയ ടീച്ചറിനെ പറയണേ, എന്തിനാ എന്നെ തല്ലി, ആ കുട്ടി ചീറ്റി 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 പോവുകയാണ്. അപ്പോൾ ആ ഓ ചീറ്റി പോകും ഭാഗ്യം. ആ ചക്കയിലാണ് ആകെ പ്രതീക്ഷ. ആ ചക്കയിലാണ് ആകെ പ്രതീക്ഷ. ഇപ്രാവശ്യം മര്യാദയ്ക്ക് ഒരു പഴുത്ത ചക്കയാണ് തിന്നിട്ടില്ല. അനിയേട്ടൻ പറയുകയും ചെയ്തു, എന്താ ചക്ക മറ്റേത് ചുള പറിച്ചിട്ട് അമ്മ കൊടുക്കുമ്പോൾ തിന്നാനും സുഖാണേ അല്ലേ? തിന്നാനും സുഖം. നല്ല ചക്ക എവിടെ കിട്ടിയിരുന്നു? അല്ല, ഞാൻ വരട്ടിയമ്മ അന്ന് അമ്മ വന്നപ്പോ ആ മതില്ലാത്ത കുറച്ച് ചുള പൊളിച്ച് വെച്ചപ്പോ അതും തിന്നാൻ വരട്ടി പറഞ്ഞില്ലേ? അങ്ങനെ വെച്ചിട്ട് കെടുന്നും പോയി. പായസം വെച്ചൊരു ദിവസം നമ്മളിത് പെരുംജീരകം, പട്ട, മിയോ എന്താണ്, 2 ഗ്രാമ്പു, 1 ഏലക്കാട്ടോ. പൂച്ചകളുള്ളൊക്കെ കറുത്ത പൂച്ച, അതുകൊണ്ട് പൂച്ചേനെ അങ്ങനെ കാണില്ല. ചക്ക ആവോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇത്, കുട്ടിയാണേ ഇത്. അതിന് ആൾക്കാരോ ഇവിടെ ഇട്ടിട്ട് പോയതാണേ. അന്നെ പട്ടിക്കുട്ടികളെ കൊണ്ടുവന്നാക്കിട്ട് ഇപ്പൊ നായ്ക്കളും പട്ടികളും കാരണം നടക്കാൻ പറ്റാത്ത കോലത്തിലായി. ഇന്നലെ ഓട്ടോന്റെ മുമ്പിൽ ഒന്ന് ചാടിയിട്ടുണ്ട്. ഓട്ടോന്റെ ഫ്രണ്ട് ഞാൻ അതാ എന്താ പിന്നെ അവിടെ കിടന്നു. വണ്ടി കണ്ടപ്പോ അങ്ങോട്ട് ചാടിയിട്ട് ഒറ്റ ചാട്ടം പൂച്ചേ നായ അടി. ഞാൻ വണ്ടി നിർത്തുകയൊന്നും ചെയ്തില്ല. എന്തപ്പോ വണ്ടി നിർത്തി നോക്കിയിട്ട് ഇന്നലെ രാത്രി പോയിട്ട് വരുമ്പോഴോ ഞാൻ ഇട്ടത്തെ അത്രയും നേരം വൈകിട്ട് പോകുമ്പോ പട്ടിയെ ശുശ്രൂഷിക്കാൻ വീടെത്തിക്കണ്ടേ. അവര് പോകുമ്പോഴോ? അവര് കൊണ്ടുപോകുമ്പോ നല്ല അടി കിട്ടിയായിരുന്നു. അയ്യോ, തൊള്ളയിലൊന്നും ചെയ്തില്ല. ആളവിടെ ഇല്ലേനി. ഞങ്ങൾ വരുമ്പോ അവിടെ നിർത്തി നോക്കി. ആയിരം നടക്കണല്ല, ആയിക്ക് എന്ത് പറ്റാൻ, ബൈക്കിലാണ് പറഞ്ഞു കഴിഞ്ഞല്ലേ തീരുമാനമായിട്ടുണ്ടാവുന്ന ഒന്നല്ലേ എല്ലാവരുടെയും. നായനെ ഒതുങ്ങി കിടക്കണ. പിന്നെ അടുത്തേക്ക് എത്തുമ്പോ നായ ഒറ്റ ചാട്ടാ. എന്നാ വണ്ടറുമ്പിക്ക് ചാടുന്ന നേരെ അങ്ങോട്ട് ചാടിയ അതിൽ കൂടെ പോവാ. അപ്പുറത്തെ കിടക്കുന്ന നായ വണ്ടറുമ്പി ചാടുമെന്ന് വിചാരിക്കുക. ചില ആൾക്കാരില്ലേ ഈ റോട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റിയിട്ടേ ഇല്ലാലമ്മ. കിടക്കുന്നത് അവിടെ കിടക്കട്ടെ കേട്ടോ. രാവിലെ വാങ്ങി വെച്ചത് ചിക്കൻ നാളെ രാവിലെ ഉണ്ടാക്കുക വിചാരിച്ചാൽ ഇന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കുക. ഇന്നേക്ക് കുറച്ചെടുത്തിട്ട് അയിലുണ്ട് വറുത്തത്. പുളി വെക്കണോ? ഉള്ളി നല്ല വാടിട്ടോ. ചെറിയ ഉള്ളിയിൽ ചിക്കൻ വെക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് അല്ലേ അല്ലേ? ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് മല്ലിപ്പൊടി കൂട്ടാണ്ട് ഞാൻ മുളക് പൊടി കൂട്ടാണ്ടെന്ന് വെക്കാൻ വിചാരിച്ച്. മുളക് പൊടി കൂട്ടാണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി കേട്ടോ. കുരുമുളക്, ഈ ചട്ടി വലുത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ സുഖമാണ്. ഈ ചട്ടിയിൽ നോക്കുമ്പോ എണ്ണ കുറച്ചും കൂടി വലുത് കണ്ടോ നോക്കുമ്പോ. പക്ഷെ വെച്ചിട്ട് കുറെ നേരം വെക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ കുഴപ്പമില്ല, എണ്ണ ഇതിലിങ്ങനെ പിടിച്ചിട്ട് മീനൊക്കെ വറുക്കാൻ. എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇറച്ചി വെക്കുമ്പോഴാ ചേട്ടാ.
നല്ല അങ്ങനത്തെ പുണ്ടില്ലാത്തത് പരന്നത് ഉണ്ടേ, നമ്മളവിടെ പോയപ്പോ കണ്ടില്ലേ ഇത്. ഉണ്ടല്ലോ അല്ലേ? അങ്ങനത്തെ ഒന്നും ആണ് എനിക്ക് മീൻ വാങ്ങൽ കുറവായതുകൊണ്ട് അത് കിട്ടിയിട്ട് കാര്യമുണ്ടാവില്ല. ഞാൻ ഇന്നാള് ദോശ ചട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നത്. ദോശക്കല്ലില്ലേ, നല്ല മീനാ. ഇപ്പൊ മീൻ ഇഷ്ടം പോലെ മീനുണ്ടേ, അതുകൊണ്ട് ഇപ്പൊ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇപ്പം ഇഷ്ടംപോലെ മീനും കൊണ്ടുവരുന്നുണ്ട്, ഇഷ്ടംപോലെ മീനും വരുന്നവരെ. എന്നാലും വിലക്ക് കുറവൊന്നുമില്ല മീനോ. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. തക്കാളി വാട്ടുമ്പോൾ വേണമെങ്കിൽ ഇടാട്ടോ. ഞാനിങ്ങനെയാണ് ഇതാണ്ടോ, അതിന്ന് വെള്ളം കിരിഞ്ഞ് 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 വരുന്നത്. അങ്ങനത്തെ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിലേ സുഖമാണ് അല്ലേ ചിക്കൻ ഉണ്ടാക്കാൻ. വെറുതെ അല്ല ഈ തട്ടുകടയിലൊക്കെ ഈ ചട്ടി വാങ്ങണതേ, വെറുതെ ഇതില് ചൂടായി കിട്ടി. ഇന്നലെ എണ്ണയിലപ്പം ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തൊന്നും ഇങ്ങനെ പോയിരുന്നു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് ശരിയായി. പിന്നെ ഞാൻ കുറേ നേരം നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എണ്ണയിലപ്പം എന്താ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തന്ന്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എന്താ സൂര്യനെ കാറ്റ് കൊണ്ട് നടക്കുന്നത്? കാറ്റില്ലേ? ഒരു നമുക്ക് കാറ്റ് കൊള്ളാണ്ടേ? എന്താ ഫാനും കൈ പിടിച്ച് നടന്നു? കാറ്റില്ല, കാറ്റ് കൊള്ളാൻ പറ്റിയ ചെറിയ ഫാൻ ഉണ്ട്. ആ ബ്യൂട്ടീഷ്യൻ അതല്ലേ കല്യാണത്തിനൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ 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 ആക്കിയോ കറങ്ങും. അതിനെ അച്ചൂട്ടോ എങ്ങനെയെന്നറിയോ, 10 രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തു വെക്കും. അമ്മു അങ്ങനെയല്ല. അമ്മുട്ടി 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മുട്ടായിയൊക്കെ തിന്നാണ്ട് വരാനും പറ്റില്ല. ഈ എത്ര നടക്കാണ്ട് പറഞ്ഞിട്ടാ. ഇന്നലെ നമ്മൾ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞിട്ട് പകുതി എത്തിയപ്പോഴേക്കും ഞാൻ അനിയേട്ടനെ വിളിച്ചു. നടക്കുമ്പോൾ കഥക്കിയമ്മ. ആ അത് ഉണ്ടാവും ഈ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കയ്യിൽ. വീട്ടിൽ തന്നെ ഇരിക്കില്ലേ? വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കില്ല. നാളത്തെ കയ്യും കാലം അനങ്ങളൊന്നും ഇല്ലല്ലോ. ശരീരം നമ്മുടെ വല്ലാണ്ട് അനങ്ങളില്ലല്ലോ. ആ പറയുന്നത് ലാസ്റ്റാണ് കേട്ടോ. തേങ്ങ കൊത്തിട്ട് കൊടുക്കണം എന്ന് തോന്നിയത്. അതാ പച്ചക്കിന്നിട്ട്. തേങ്ങ അധികം കൂട്ടാൻ പാടില്ല. തേങ്ങ കൂട്ടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? തേങ്ങ കൂട്ടാൻ പാടില്ലെന്ന് അറിയാം. അരച്ചിട്ടില്ല, നുറുക്കിട്ടു. കണക്കൊപ്പിച്ചു. അതും കണക്കൊപ്പിച്ചു പറയാൻ. ആര്? അരച്ചിട്ടില്ല. അപ്പൊ അതിന് പകരം ഒരു മുറി തേങ്ങ മുറിച്ചു. പിന്നെ നമ്മൾ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. ഇനി ഇത് വെള്ളം നല്ല രീതിയിൽ വറ്റിയിട്ട് ഇങ്ങോട്ട് വരട്ടെ. വെന്തില്ല മറിച്ച് ഉപ്പില്ലേ? വെന്തില്ലേ? ഇന്നലത്തെ നമ്മളില്ലേ എടുത്ത് വെച്ചതാട്ടോ കുറച്ച്. അപ്പോൾ അതും കൊണ്ട് ഇന്നലെ കൂട്ടും കൊണ്ട് വേണമെന്നില്ലാന്നോ. ഇന്നലെ വെച്ച പോലെ ഇല്ലെന്ന് വെച്ചേക്കുന്നത്. രസല്ലേ ചേട്ടാ? ഇന്നലെ വെച്ചത് വേറെ, ഇന്ന് വെച്ചത് വേറെ. ഇന്നലെ കറിയല്ലേ. ഇതാവുമ്പോൾ എന്താണെന്നറിയോ, കറി ദോശയ്ക്ക് ഇതിനൊക്കെ കഴിക്കാൻ. ഇതെന്ന് വെച്ചാൽ ചോറിന്. ഇതിൻ്റെ കൂടെ ശരിക്കും ചാറ് ഏതാ വേണ്ടതെന്ന് അറിയോ? മോര് കാച്ചിയതും ഒരു പപ്പടം, ഇറച്ചി വരട്ടിയതും. നല്ല ടേസ്റ്റ്. എന്താ നമ്മൾ കാഞ്ഞിരത്ത് വിരുന്ന് പോകുമ്പോഴാണ് ചേട്ടാ പന്നി വരട്ടിയതും മോര് കാച്ചിയതും ഒരു ഉപ്പേരി ഉണ്ടാവും, പപ്പടം ഉണ്ടാവും. ഉച്ചക്കില്ലമ്മ അനിയേട്ടന് നല്ല ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കുന്നത്, മോര് കാച്ചണത്. ആദ്യം അവർക്ക് മോര് കാച്ചണതേ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ മോര് കാച്ചി ഇറച്ചി വെക്കുമ്പോൾ ചോദിക്കും എന്താ മോര് കാച്ചണില്ലേന്ന്. സാമ്പാറല്ല, എനിക്ക് ചില്ലി മോര് കൂട്ടാനും ഇഷ്ടം. ചിക്കൻ ചില്ലി ഉണ്ടാക്കില്ലേ, ആ ചിക്കൻ ചില്ലി നമ്മൾ ഉണ്ടാക്കണം മോര് കൂട്ടാൻ. അത് നല്ല ടേസ്റ്റ്. എന്നാളെ ഒരു ദിവസം
അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അത് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ അധികം ചില്ലി ഉണ്ടാക്കണതാണ് ഇഷ്ടം. അമ്മ നന്നായിട്ട് ചില്ലി ഉണ്ടാക്കും പറഞ്ഞിട്ട് ചില്ലി ഉണ്ടാക്കുക കേട്ടോ ചെയ്യുക. ഞങ്ങൾ പോയി കഴിഞ്ഞു വെച്ചാൽ വാത്ത വാങ്ങും. എന്താ ഈ താറാവിൻ്റെ വലുതില്ലേ, ഇപ്പം അതൊക്കെ കഴിഞ്ഞു അത്രേ. ഈ വാത്ത വാങ്ങിയിട്ട് അത് വരട്ടിയെടുക്കും. പക്ഷെ അത് ഞാനും അത് പറഞ്ഞു എന്താ കല്ലടിക്കോട്ടുന്ന അത്രേ. നമ്മുടെ ഇവിടെ താറാവിനൊക്കെ എല്ലാം ഉണ്ടാവും. കല്ലടിക്കോട്ട് അതാ നമ്മുടെ ചിക്കൻ കണ്ടോ, കളർക്ക് നോക്കിയൊക്കെ എന്താ. ഒന്നും കൂടി വെള്ളം വലിഞ്ഞിട്ട് ഒന്നും കൂടി വലിഞ്ഞ് നല്ല വരട്ടി എടുത്ത് കഴിഞ്ഞാൽ കറുപ്പ് കളർ വരും ഇട്ടത്. നല്ല കറുപ്പ് കളർ വരും. പക്ഷെ നോക്കിയൊക്കെ കണ്ടേട്ടാ, എന്താ നോക്കിയേക്കണത്? അത് നോക്ക്, അത് നമ്മളെ അടുത്തേക്ക് പോകുന്നുള്ള ഇതിലാണ് തോന്നുന്നുണ്ടേ. കണ്ടോ, ഇതാണ് രാത്രി തൊള്ളി ആവോ അയ്യോ പറഞ്ഞത്. സൗണ്ട് കണ്ടില്ലേ? ഇതിന്റെ ഒരു തവണ ഇതേപോലത്തത് വണ്ടി കയറിയിട്ട് എന്താ വിജയേട്ടൻ്റെ ഉമ്മർത്തിട്ട് കടന്നിരുന്നു. കണ്ട മഴച്ചാറുണ്ട്. നമ്മുടെ വിറകാലപ്പം അവർക്ക് സൗകര്യമായിട്ടോ കിടക്കാൻ. രാവിലെയൊക്കെ നീച്ച് വരുമ്പോൾ അല്ലേ വിറകാലയിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ടാവും. മക്കള് എല്ലാരും കൂടെ കഴിക്കല്ലേ. അടുപ്പിന്റെ ഉള്ളില് എന്താ നമ്മുടെ പുതിയ വീടിന്റെ അടുപ്പിന്റെ ഉള്ളിലാണ് കിടക്കണത്. മഴ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ? നമ്മുടെ ഇവിടെ മഴ ചാറാൻ തുടങ്ങിട്ടോ. ചോറ് വിളമ്പന്നെ, ചോറ് കഴിക്കാം. കുട്ടിയോടെ വിളിക്കട്ടെ, മക്കളൊക്കെ പഠിക്കുകയാണേ. 2 വട്ടി, രാവിലെ ഒരു പ്രാവശ്യം, വൈകുന്നേരം ഒരു പ്രാവശ്യം. ദോശ വേണോ? ചൂടാക്കട്ടെ എന്നാ? ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കാം. കഴിക്കോ സ്ഥാനത്തത്? എന്നാ കഴിച്ചോളെ. ദോശ വേണ്ടേ? ശരി, ചോറ് എന്താ കുഴപ്പമില്ലേ? അത് ദോശയില്ല, അതെന്താ ചൂട്, അത് എന്താ തണുപ്പ്, അത് കഴിക്കുക. രാവിലെ ഇനി ചൂടാക്കുന്നു കേട്ടോ. കറി ഇല്ല കേട്ടോ, ഇത് പെരട്ടിയിട്ട് കഴിക്കേണ്ടി വരേ. ചട്നി ഇല്ല. നീ എന്നെ ഒന്നും പറയരുത്. ചട്നി കുട്ടണി വേണ്ട അല്ലേ? അതിലും മരല കുറച്ച് ഇതിൽ കൂടെ കിടക്കട്ടെ സുഖന്യ. ഒരു ചന്തത്തില് എന്തൊരു ചന്തക്കുറവ്. സതിയേട്ട കഴിക്കില്ലേ? കുറച്ചായിട്ട് ഞാന് എന്താ അജിയേട്ടൻ്റെ അവിടെ ആ ഗ്രില്ല് ചെയ്യണ സാധനം ഉണ്ട് ഇത്ര, അത് കൊണ്ടുവരണം. ഒറ്റ പ്രാവശ്യം അത്ര എടുത്തിട്ടുള്ളൂ ആ സാധനം. അപ്പൊ ചിക്കൻ വേണ്ട? ഞാനില്ലേ അമ്മ ഗ്രില്ല് ചെയ്ത് കൊടുക്കാ പറഞ്ഞു കേട്ടോ. അപ്പൊ അനിയേട്ടൻ ഇവിടുത്തെ ഇതിൽ പറ്റില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇവിടുത്തെ ഇതിൽ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു അവിടെ ദോശ ചട്ടി മതി അതിനെ ഗ്രില്ല് ചെയ്യുന്ന എന്താ പൊള്ളിക്കാനൊക്കെ. അമ്മല്ലേ ഇല്ല, അമ്മ എന്താ പറഞ്ഞത്, അന്ന് വന്നപ്പോ ഇങ്ങനെ പീസായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തരാന്ന് പറഞ്ഞതാണ്. അപ്പക്കും പക്ഷെ അങ്ങനെ കൊണ്ടുവന്നില്ല. എന്നിട്ട് പറഞ്ഞുതരും ചെയ്തേ എങ്ങനെ ഇത് ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞു തന്നിട്ടാ പോയത് അമ്മ. അമ്മ അന്ന് പറഞ്ഞു ഞാൻ ചെയ്തു തരാം. കുഞ്ഞാ നിനക്ക് ദോശ വേണോ? ദോശ വേണ്ട, അതിന്റെ കൂടെ കഴിക്കണേ. ഗ്രേവിക്ക് എന്താ ചെയ്യാൻ? കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ? ഇതില് ഗ്രേവി ഇല്ല കേട്ടോ. അതൊക്കെ ഗ്രേവി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്കൊന്നും വേണ്ട. അപ്പൊ അതിലില്ല ഉണ്ണിയെ, ഞാൻ അതുകൊണ്ടാണ് മൊത്തം താക്കാതിരുന്നത്. അന്ന് അവൻ ഒരു തേങ്ങ വേണ്ട അല്ലേ? ഇന്നിപ്പോ ഒട്ടുമില്ല, അന്ന് ഗ്രേവി മതി. ഒന്നും എരിവില്ല ഉണ്ണി, അത് കഴിച്ചു നോക്ക്.
അമ്മുട്ടിയും വരും വന്നില്ല കേട്ടോ അപ്പോഴേ ഇത് അമ്മുട്ടി എന്താ കുഞ്ഞൻ വന്നൂലേ കുഞ്ഞുണ്ണി എടുത്തു ഇനി മമ്മൂട്ടി മോഹൻലാലൊക്കെ വരട്ടെ വെച്ചില്ല ഞാൻ കഴിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിട്ടോ അപ്പൊ കഴിക്കട്ടെ. ഇല്ലേ നിങ്ങളുടെ ചിക്കൻ റെസിപ്പി ഇല്ലേ ഓരോരുത്തരുടെ ഒന്ന് പറഞ്ഞു തരണേ, നമുക്ക് അടുത്ത പ്രാവശ്യം ഇല്ലേ അങ്ങനെ ഓരോന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അല്ലേ. പച്ചമുളക് മാത്രം ഇട്ടോ, പച്ചമുളക് കീറിട്ടോ, ഇതെന്താ മത്തന്റെ അല്ലേ? ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിക്കുന്നത്. പച്ചമുളക് കീറിട്ട് ഇനി ഒരു ദിവസം സുകന്യ ഉണ്ടാക്കിട്ടോ. സുകന്യ പക്ഷെ ഉണ്ടാക്കേയില്ല അല്ലേ. ഇനി ഒരു വടി വേപ്പിച്ച് നിൽക്കണം സുകന്യ. എങ്ങനെ പറയാ, മാറി മാറി ഉണ്ടാക്കുമ്പോഴാണ് ഓരോരുത്തരുടെ കൈപ്പുണ്യങ്ങൾ ഇങ്ങനെ അറിയുള്ളൂ. ഇന്നാള് ദോശ കഴിക്കുമ്പോൾ ദോശ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ എന്താ ബിരി പറയുന്ന പോലെ നിങ്ങൾ ചൂടോടെ ദോശയും ചട്നിയും കഴിച്ചു നോക്ക്, ഈ ടേസ്റ്റ് വീട്ടിലും കിട്ടുമെന്ന്. അത് ശരിയാ, ഉണ്ടാക്കി ഇങ്ങനെ കുറേ വെച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അത് കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് കൂലല്ലേ. കണ്ടിട്ടില്ലമ്മ അതേപോലെ ഏത് റോസ്റ്റില് എനിക്കറിയില്ല. എനിക്ക് ചമ്മന്തി ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് ചട്നി ഇഷ്ടം. പൊട്ടുകടലയും കൊണ്ട് ചട്നി ഉണ്ടാക്കില്ല, ആ ചട്നി എനിക്ക് ഇഷ്ടമാണ്. അല്ല നമ്മള് ഇത് സത്യം കേട്ടോ, നമ്മളെല്ലാം അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇതിന്റെ മണമൊക്കെ കണ്ടു കഴിഞ്ഞു വെച്ചാൽ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞിട്ടില്ലേ ബിരിയാണിയൊക്കെ കഴിക്കുകയാണെന്ന് പറഞ്ഞാൽ വെച്ചാൽ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. അതെന്താണെന്നറിയില്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരവര് അത് ശരിക്കും അങ്ങനെയാണ് കേട്ടോ. ചില അമ്മയുടെ കറികളൊക്കെ അങ്ങനെയാണ്. നാടൻ കോഴിയൊക്കെ ഇപ്പൊ അമ്മ നാടൻ കോഴിയൊക്കെ വെച്ചിട്ട് എത്ര വെച്ചിട്ടാ അമ്മ നാടൻ കോഴി. നാടൻ കോഴിയൊക്കെ നല്ല ടേസ്റ്റ്. അമ്മ നാടൻ കോഴി വറുത്തരച്ച സാമ്പാറൊക്കെ. നമ്മളെ വിശേഷം നിർത്തട്ടെ, കഴിക്കട്ടെ കേട്ടോ. വയസ്സാവുമ്പോ കൂടുതല കേട്ടോ, പെട്ടെന്ന് മറവിയും കാര്യങ്ങളും. എന്താ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ പരിപ്പ് കരിയും, ആ ഒരു അവസ്ഥയ്ക്ക്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ മരുമക്കൾ ഉണ്ടല്ലോ, പറ്റണ എന്തെങ്കിലും ചെറിയ പണികൾ ചെയ്യാന്നല്ലാതെ റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ അമ്മ. അമ്മ ചിരിക്കുന്നുണ്ടോ? വയ്യ, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. അവരവർ അല്ല, ഇന്നിപ്പോതാ നമ്മളെ ഫോൺ വിളിച്ചവര് കണ്ടില്ലേ പറയുന്നത്, ചെറുപ്പാണ്, വെയ്യാണ്ട്, എല്ലാം ഭർത്താവ് അത്ര ചെയ്തു കൊടുക്കുന്നത്. ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലാന്നേ. ആ ചെറുപ്പ എന്റെയൊക്കെ 40 വയസ്സ് മറ്റുള്ളൂ. അപ്പൊ അതാണ് ഓരോ അവസ്ഥകൾ വരുമ്പോ. അല്ല ഇനിയൊക്കെ എന്താന്ന് പറയാ, ഇത്ര കാലം ഗതികെട്ടില്ലേ. ഞാനതാ എൻ്റെ അമ്മഴത്തും പറയാറ്, ഇവിടുത്തെ അമ്മഴത്ത് ഇത്രയും കാലം ഗതികെട്ടില്ലേ. ഇനിയിപ്പോ ഞങ്ങളൊക്കെ ഉള്ളപ്പോ വെറുതെ ഇരിക്കുക, പറ്റുന്ന പണികൾ ചെയ്യുക. ഇല്ലെങ്കിലോ പറ്റില്ലേ അവരവര് മിണ്ടാതിരിക്കുക അല്ലേ, അതല്ലേ വേണ്ടത്. അല്ലെ ചെറുപ്പത്തിലും വലിച്ചു, വലുപ്പത്തിലും വലിച്ചു, ഇനി വയസ്സാം കാലത്ത് വലിക്കണമെന്നുണ്ടോ? പറ്റണത് ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരിക്കുക. എല്ലാവർക്കും എന്താ സ്വസ്ഥതയും വയസ്സാവുന്ന സമയത്തല്ല എപ്പോഴും ആണോ വെച്ചാലും മനസ്സിന് സമാധാനം, സ്വസ്ഥത അല്ലേ വേണ്ട. അപ്പോഴേ നാളെ കാണാട്ടോ. അനിയേട്ടനില്ലേ വയറൊക്കെ തടവാൻ തുടങ്ങി. അത് എന്താ ഫോണിന്റെ ബേക്കിലായതുകൊണ്ട് നിങ്ങൾ കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നാളെ കാണാം.